നമസ്കാരം. ഞാൻ രതി. 1001 രാത്രികളിലെ 10ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ രാജകുമാരനും രാക്ഷസിയും. പണ്ടൊരു രാജാവിന് നായാട്ടിൽ ഏറെ പ്രിയമുള്ളൊരു പുത്രനുണ്ടായിരുന്നു. നായാട്ടിന് പോകുമ്പോൾ രാജകുമാരന് അകമ്പടി സേവിക്കാൻ രാജാവ് ഒരു മന്ത്രിയെ നിയോഗിച്ചു. ഒരിക്കൽ രാജകുമാരൻ മന്ത്രിയുമൊത്ത് നായാട്ടിന് പോയി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരത്ഭുത ജീവി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ജീവിയുടെ രഹസ്യം അറിയാമായിരുന്ന മന്ത്രി, "കുമാരാ, അതിനെ വിട്ടുകളയരുതേ" എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. രാജകുമാരൻ ജീവിയുടെ പിന്നാലെ കുതിരയെ പായിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ജീവി മരുഭൂമിയിലെവിടെയോ അപ്രത്യക്ഷമായി. ഏതു വഴി പോകണമെന്നറിയാതെ പരിഭ്രമിച്ച കുമാരൻ പാതയോരത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു രാജകുമാരിയാണെന്നും അകമ്പടിക്കാരുമൊത്ത് സഞ്ചരിക്കവേ ഉറക്കം തൂങ്ങി കുതിരപ്പുറത്തു നിന്ന് വീണ് വഴിതെറ്റി അലയുകയാണെന്നും പറഞ്ഞു. കുമാരന് ദയവ് തോന്നി. അവളെയും തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി മുന്നോട്ടു പോയി. കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പുര കണ്ട് മൂത്രാശങ്ക തീർക്കാനെന്ന് പറഞ്ഞ് പെൺകുട്ടി താഴെ ഇറങ്ങി പുരയ്ക്കുള്ളിലേക്ക് പോയി. അവൾ തിരിച്ചു വരാൻ വൈകിയപ്പോൾ കുമാരൻ മെല്ലെ പിന്നാലെ ചെന്നു. കുമാരൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. പെൺകുട്ടി ഒരു രാക്ഷസിയായി മാറി അവളുടെ കൂട്ടുകാരോട് പറയുകയാണ്, "ഇന്ന് ഞാനൊരു തടിയൻ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് വയർ നിറയെ തിന്നാം." അത് കേട്ട് രാജകുമാരൻ ഭയന്നു വിറച്ചു. വല്ല വിധേനയും ഒച്ചയുണ്ടാക്കാതെ വെളിയിലെത്തി. വീണ്ടും പെൺകുട്ടിയുടെ രൂപം കൊണ്ട് പുറത്തു വന്ന രാക്ഷസി ഭയന്നു വിറച്ചുകൊണ്ടിരുന്ന കുമാരനോട് ചോദിച്ചു, "നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നല്ലോ." "തനിക്കൊരു ശത്രുവുണ്ടെന്ന് രാജകുമാരൻ പറഞ്ഞു." "നിങ്ങൾ രാജകുമാരനാണെന്നല്ലേ പറഞ്ഞത്? പണം കൊടുത്ത് ശത്രുവിനെ പ്രീതിപ്പെടുത്തിക്കൂടെ?" "പണം കൊണ്ട് അയാളെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. അയാൾക്ക് വേണ്ടത് എൻ്റെ ജീവനാണ്. ഏത് നിമിഷവും അയാൾ എൻ്റെ ജീവൻ എടുക്കും." "ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്ക്. അല്ലാഹു അങ്ങയെ തുണയ്ക്കും." പെൺകുട്ടി പറഞ്ഞത് കേട്ട് രാജകുമാരൻ തലയുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. "പതിതർക്ക് ആശ്വാസമേകുന്ന ദൈവമേ, ശത്രുവിനെ ജയിക്കാൻ എനിക്ക് കരുത്തേകണേ, എന്നെ രക്ഷിക്കണേ." പ്രാർത്ഥന കേട്ട് രാക്ഷസി അപ്രത്യക്ഷയായി. രാജകുമാരൻ കൊട്ടാരത്തിൽ ചെന്ന് മന്ത്രിയുടെ വഞ്ചനയെ പറ്റി പറഞ്ഞു. രാജാവ് മന്ത്രിയുടെ കഥ കഴിച്ചു. കഥ പറഞ്ഞു നിർത്തിയിട്ട് മന്ത്രി യുനാൻ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, "തിരുമനസേ, അങ്ങ് വൈദ്യനെ കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ അങ്ങയുടെ നാശത്തിന് വഴിയൊരുക്കും. പാരിതോഷികങ്ങൾ വാരിക്കൂട്ടുന്ന അതേ നിമിഷം തന്നെ അങ്ങയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുകയും ചെയ്യും. ഒരു പന്ത് കയ്യിൽ പിടിപ്പിച്ചിട്ട് തീരാവ്യാധി ഭേദമാക്കാൻ കഴിവുള്ളവന് മറ്റൊരു പന്ത് കൊണ്ട് അങ്ങയുടെ കൊല നടത്താനും കഴിയുമെന്നോർക്കണം." ഒടുവിൽ രാജാവിന് മനമാറ്റമുണ്ടായി. "നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. അയാൾ എങ്ങു നിന്നോ വന്ന ഒരു ചാരനാണ്. എന്തെങ്കിലും കയ്യിൽ തന്നോ മണപ്പിച്ചോ എന്നെ കൊല്ലാൻ അയാൾക്ക് കഴിയും. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?" "ഉടനെ അയാളെ വിളിച്ചു വരുത്തണം," മന്ത്രി ഉപദേശിച്ചു. "ഒട്ടും വൈകാതെ ആ വഞ്ചകന്റെ കൊല നടത്താൻ ഉത്തരവാകണം. ശത്രു ആക്രമണം തുടങ്ങുന്നതിനു മുമ്പ് അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതാണ് യുദ്ധതന്ത്രം," മന്ത്രി ഉപദേശിച്ചു. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് റയാൻ വൈദ്യനെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. "എന്തിനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്നറിയാമോ?" "അല്ലാഹുവിനു മാത്രം അറിയാം," വൈദ്യൻ പറഞ്ഞു. "നാം നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു." രാജാവ് പറഞ്ഞത് കേട്ട് വൈദ്യൻ അമ്പരപ്പോടെ ചോദിച്ചു, "കൊല്ലാനോ? എന്തിന്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു പ്രഭു?" "നീ ഒരു ചാരനാണ്, എന്നെ കൊല്ലാൻ വന്ന ചാരൻ. അതുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു." എന്നിട്ട് ആരാച്ചാരോട് ആജ്ഞാപിച്ചു, "ഇയാളുടെ കഴുത്തു വെട്ടി കൊന്നു കളയണം. ദുർമന്ത്രവാദിയും അയാളുടെ കൂടോത്രവും ഇവിടെ തുലയട്ടെ. എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലരുതേ, പാപം ചെയ്യരുതേ." റയാൻ രാജാവിനോട് കേണപേക്ഷിച്ചു. രാജാവ് പറഞ്ഞു, "എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ നീ മരിക്കണം. കയ്യിലൊരു പന്ത് തന്ന് നീ എന്നെ സുഖപ്പെടുത്തി. മറ്റൊരു പന്ത് കൊണ്ട് നീ എന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി.
ഇതാണോ രാജനീതി? ഇതാണോ പ്രത്യുപകാരം? റയാൻ ചോദിച്ചു. നീ മരിക്കുക തന്നെ വേണം. ഇത് എൻ്റെ തീരുമാനമാണ്. അതിലൊരു മാറ്റവുമില്ല. ഇത്തരം ഒരാളെയാണോ തീരാവ്യാധിയിൽ നിന്ന് താൻ രക്ഷിച്ചതെന്നോർത്ത് റയാൻ കൂടുതൽ ദുഃഖിച്ചു. ആരാച്ചാർ വൈദ്യന്റെ കണ്ണു മൂടിക്കെട്ടി വാൾത്തല മൂർച്ച വരുത്തി രാജാവിൻ്റെ ആജ്ഞയ്ക്കായി കാത്തുനിന്നു. അതിനിടെ വൈദ്യൻ പറഞ്ഞു, രാജാവേ, അങ്ങ് എനിക്ക് തന്ന സമ്മാനം കേമമായി. രാജസദസ്സിലുണ്ടായിരുന്ന പലരും വൈദ്യരെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചു. എന്നിട്ടും രാജാവിൻ്റെ മനസ്സലിഞ്ഞില്ല. എന്തു വന്നാലും തന്നെ കൊന്നേ അടങ്ങൂ എന്നതാണ് രാജാവിൻ്റെ തീരുമാനമെന്ന് മനസ്സിലാക്കിയ റയാൻ രാജാവിനോട് അപേക്ഷിച്ചു. എനിക്ക് ചെറിയൊരു ഇടവേള അനുവദിച്ചു തരണം. കുടുംബാംഗങ്ങളോട് യാത്ര പറയാനും ശവസംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും ഇത്തിരി സമയം വേണം. എൻ്റെ ഔഷധ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. ഏറ്റവും വിലപിടിച്ച ഒരു ഗ്രന്ഥം, അപൂർവ ഔഷധങ്ങളുടെ യോഗം വിവരിക്കുന്ന പുസ്തകം അങ്ങേക്ക് തരാം. അത് പ്രത്യേകം സൂക്ഷിക്കണം. അതെന്തു പുസ്തകമാണെന്ന് രാജാവ് ചോദിച്ചു. അതുകൊണ്ടുള്ള ഉപയോഗം പറഞ്ഞറിയിക്കാൻ എളുപ്പമല്ല. എൻ്റെ ശിരോച്ഛേദം നടത്തിയതിന് ശേഷം ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 3 പുറം മറിക്കണം. അതിൽ ഇടതുവശത്തെ ആദ്യത്തെ 3 വരി വായിച്ചിട്ട് അറ്റുപോയ ശിരസിനോട് എന്തു ചോദിച്ചാലും ഉത്തരം കിട്ടും. രാജാവ് അത്ഭുതപ്പെട്ടു. ഇത് വാസ്തവമോ? അറ്റുപോയ ശിരസ് സംസാരിക്കുമോ? വാസ്തവമാണ്. ഇതാണ് ശാസ്ത്രത്തിൻ്റെ മഹത്വം. രാജാവ് വൈദ്യനെ ഭടന്മാരുടെ കൂടെ വിട്ടയച്ചു. 2 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയായി. 3-ാം നാൾ വൈദ്യൻ രാജാവിൻ്റെ മുന്നിൽ വന്നു. നാട്ടിലെ പ്രമാണിമാരും മന്ത്രിമാരും പ്രഭുക്കന്മാരുമൊക്കെ അവിടെ ഹാജരുണ്ടായിരുന്നു. വൈദ്യൻ ഒരു പഴയ പുസ്തകവും കറുത്ത പൊടി നിറച്ച ഒരു ചിമിഴും കീശയിൽ നിന്ന് പുറത്തെടുത്തു. ചിമിഴിയിലെ പൊടി ഒരു തളികയിൽ കുടഞ്ഞിട്ട് വിരലുകൾ കൊണ്ട് പരത്തി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഇതാ, ഈ പുസ്തകം എടുക്കാം. പക്ഷേ എൻ്റെ ശിരോച്ഛേദം നടത്തിയതിന് ശേഷമേ ഇത് തുറക്കാവൂ. മുറിഞ്ഞ ശിരസ് തളികയിലെ പൊടിയിൽ അമർത്തി വച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. വൈദ്യൻ പറഞ്ഞു തീരുന്നതിനു മുമ്പ് രാജാവിന് പുസ്തകം തുറക്കാൻ ധൃതിയായി. പേജുകൾ പരസ്പരം ഒട്ടിച്ചേർന്നിരുന്നതുകൊണ്ട് വിരലിൽ തുപ്പൽ തൊട്ട് ആദ്യ പുറം മറിച്ചു. ഇങ്ങനെ ഓരോന്നായി 6 പേജുകൾ മറിച്ചിട്ടും അക്ഷരങ്ങളൊന്നും കണ്ടില്ല. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നായി രാജാവ്. ഇനിയും മറിക്കണം എന്നായിരുന്നു വൈദ്യൻ. രാജാവ് വീണ്ടും പേജുകൾ മറിച്ചു. നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും കടലാസിൽ പുരണ്ടിരുന്ന വിഷം തുപ്പലിൽ കൂടി രാജാവിൻ്റെ ശിരസിൽ പ്രവേശിച്ചു. വിഷം, വിഷം എന്നലറിക്കൊണ്ട് രാജാവ് മരിച്ചു വീണു. മുക്കുവൻ കഥ പറഞ്ഞു നിർത്തിയിട്ട് ഭൂതത്തിനോട് ചോദിച്ചു, റയാനെ കൊല്ലാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ രാജാവിന് ഇത്ര പെട്ടെന്നേ മരിക്കേണ്ടി വരില്ലായിരുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഭൂതമേ? അതുപോലെ എന്നെ കൊല്ലുമെന്ന് വാശി പിടിച്ചതു മൂലമാണ് നിനക്ക് അപകടം പിണഞ്ഞത്. ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. മുക്കുവനും ഭൂതത്തിനും പിന്നെ എന്ത് സംഭവിച്ചു എന്നു നിങ്ങൾക്കറിയണ്ടേ? അത് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഉടനെ വരാം. ഇത്രയും ഭാഗം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ.